ഇന്ന് ഞാൻ നിങ്ങളോട് പിശാചിനെ കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പിശാച് നമ്മളെ കെണിയിൽ വീഴ്ത്തും. പിശാച് വളരെ തന്ത്രശാലിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോ 40 രാവ് 40 പകൽ ഉപവസിച്ചില്ലേ? അതിനുശേഷം പിശാച് അടുത്ത് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ എന്താ പിശാച് പറയുന്നത്? പിശാച് പറയുന്നു, നോക്കിയേൻ, അപ്പം പോലെ തോന്നുന്ന ഈ കല്ലുകൾ, ആ കല്ലുകൾ നിനക്ക് ദൈവിക ശക്തി ഉണ്ടല്ലോ, നീ അതങ്ങോട്ട് അപ്പമാക്കി മാറ്റി തിന്നോ, വിശപ്പടക്കിക്കോ, അതിൽ വല്ല തെറ്റുണ്ടോ? പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് തെറ്റുമില്ല. കാരണം ദൈവിക ശക്തിയുള്ള വ്യക്തിയാണ് ഈശോ. ഒരു കല്ല് അപ്പമാക്കി മാറ്റാൻ സാധിക്കും ഈശോയ്ക്ക്. ആ ദൈവിക ശക്തി ഉപയോഗിച്ച് എന്താ തെറ്റ്? അപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു തെറ്റുമില്ല. പക്ഷേ ഈശോ എന്താ ചെയ്തത്? പിശാചിൽ നിന്ന് വന്ന തന്ത്രപൂർവമായ നിർദ്ദേശമായതുകൊണ്ട് അതിനപ്പം തന്നെ തള്ളിക്കളഞ്ഞു. പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ ഓടിപ്പിക്കുകയാണ്. അതൊരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ നോക്കിക്കാണാം. ഈശോ കല്ല് അപ്പമാക്കി മാറ്റാൻ പറഞ്ഞപ്പോൾ കല്ല് അപ്പമാക്കി മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഈശോ അപ്പത്തെ കല്ലാക്കി മാറ്റി. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എപ്പോൾ? ഞാൻ പറഞ്ഞുതരാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ ഈശോ തനിക്ക് തന്നെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. എന്താ പേരെന്നറിയാവോ? മൂലക്കല്ല്. യേശുവിന് യേശു കൊടുക്കുന്ന പേരാണ് മൂലക്കല്ല്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറി. ആരായി മൂലക്കല്ല്? യേശു. ഇപ്പോൾ യേശുവിന് തന്നെ കൊടുത്തിരിക്കുന്ന പേരാണ് മൂലക്കല്ല്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ അന്ത്യത്താഴ വേളയിൽ ഈശോ അപ്പമെടുത്ത് ഉയർത്തി പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്പത്തെ യേശുവിൻ്റെ ശരീരമാക്കി മാറ്റി, മൂലക്കല്ലാക്കി മാറ്റി. പിശാച് പറഞ്ഞു കല്ല് അപ്പമാക്കി മാറ്റാൻ, എന്നിട്ട് തിന്നോളാൻ. ഈശോ കല്ല് അപ്പമാക്കി മാറ്റിയില്ല, തിന്നില്ല. പക്ഷേ ഈശോ ഇവിടെ അന്ത്യത്താഴ വേളയിൽ അപ്പത്തെ മൂലക്കല്ലാക്കി മാറ്റി, യേശുവിൻ്റെ ശരീരമാക്കി മാറ്റി. തിന്നല്ല ചെയ്ത്, തിന്നാൻ കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇത് കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചുകൊണ്ട് ഈശോ അപ്പത്തെ മൂലക്കല്ലാക്കി മാറ്റി, യേശുവിൻ്റെ ശരീരമാക്കി മാറ്റി. ഇത് പിശാചിന് വലിയൊരു തിരിച്ചടിയായി. ഇന്ന് ഈ കുർബാനയുടെ പേരിൽ സഭയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും ഞാൻ നോക്കിക്കാണുന്നത് പിശാചിൻ്റെ പകപോക്കലായിട്ടാണ്. കാരണം പിശാചിന് നിർദ്ദേശങ്ങൾ ഈശോ തള്ളിക്കളഞ്ഞു. തന്നെയല്ല, അതിന് തിരിച്ച് ഈശോ പ്രവർത്തിച്ചു. കല്ല് അപ്പമാക്കി മാറ്റാൻ പറഞ്ഞ പിശാചിൻ്റെ നിർദ്ദേശം തള്ളിക്കളയുക മാത്രമല്ല, ഈശോ ഈ അപ്പത്തെ യേശുവിൻ്റെ ശരീരമാകുന്ന മൂലക്കല്ലാക്കി മാറ്റി നമുക്കൊക്കെ ഭക്ഷിക്കാൻ തരുന്നു. അതിൽ പകയുള്ള പിശാചിൻ്റെ കുതന്ത്രമാണ് ഇന്ന് ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ് വെറുതെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു. എന്തുമാത്രം ഉതപ്പാണ്, സ്കാൻഡലാണ് സഭയിൽ നടക്കുന്നത്. അതിന് മാത്രം ഒരു വിഷയ പ്രസക്തി ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ഇല്ലാതാക്കാൻ അവൻ പലതരത്തിലും കുതന്ത്രങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിശാചിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കണം. യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ കൂട്ടായ്മയിൽ നിലനിൽക്കണമെങ്കിൽ. ഇനി രണ്ടാമത്തെ പ്രലോഭനം യേശുവിനുണ്ടായി നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ എന്താ പിശാച് പറയുന്നത്? ദേവാലയ ഗോപുരത്തിന് മുകളിൽ താഴേക്കൊന്ന് ചാട്. പെരുന്നാൾക്ക് ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു, അവരുടെ മുമ്പിൽ നീ കാല് നിലം തൊടാതെ നിൽക്കുമ്പോൾ എന്തൊരു മഹത്വം നിനക്കുണ്ടാകുക. വല്ല തെറ്റുണ്ടോ? ഈശോ ദൈവപുത്രനാണ്. കാല് നിലം തൊടാതെ വായുവിൽ നിൽക്കാൻ അദ്ദേഹത്തിന് ഈശോയ്ക്ക് കഴിയും. ആ ദൈവിക ശക്തി ഉപയോഗിച്ച് നിന്നാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ തെറ്റല്ലെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണ് പിശാച് അവതരിപ്പിക്കുക. നമ്മുടെ മുമ്പേ അങ്ങനെ അവതരിപ്പിക്കുക. നമ്മൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മൾ വീണു പോകും. പക്ഷേ ഈശോ എന്താ പറഞ്ഞേ? ഞാൻ ദേവാലയ ഗോപുരത്തിന് മുകളിൽ താഴേക്ക് ചാടുന്നില്ല, ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ കാല് നിലം തൊടാതെ നിൽക്കുന്നില്ല, അങ്ങനെ പ്രശസ്തി എനിക്ക് വേണ്ട.
ദൈവത്തെ നീ പരീക്ഷിക്കരുത്. പിശാചിന് താക്കീത് കൊടുക്കുക ചെയ്ത ഈശോ ഇല്ലേ? അതിന് കൃത്യമായിട്ട് ഈശോ വിശദീകരണം തരുന്നുണ്ട് ബൈബിളിൽ. പിന്നീട് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ സെബദി പുത്രന്മാരെ കുറിച്ച് പറയുന്ന ഭാഗമല്ലേ? അവിടെ നമുക്ക് കാണാം. അവിടെ അമ്മ ഒന്ന് പറയുന്നില്ലേ, ഒരാൾ വലത്ത് ഭാഗത്തിരുത്ത്, ഒരാൾ ഇടത്ത് ഭാഗത്തിരുത്ത്. ഈശോ എന്താ പറഞ്ഞേ? പ്രശസ്തി നേടേണ്ട ഇങ്ങനെയല്ല, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിനക്ക് കുടിക്കാൻ പറ്റുമോ? സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? സഹനങ്ങളിലൂടെയാണ് നിനക്ക് പ്രശസ്തി വരിക. നോക്ക്, കുരിശിൽ കാല് നിലം തൊടാതെ കിടന്നുകൊണ്ടാണ് ഈശോ പ്രശസ്തി നേടിയെടുത്തത്. അതാണ് സഹനത്തിൻ്റെ പാത, അതാണ് പ്രശസ്തിയുടെ പാത ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഇടത്ത് ഭാഗത്തിരിക്കണോ വലത്ത് ഭാഗത്തിരിക്കണോ അതല്ല. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് പുറകെയുള്ള പരക്കം പാച്ചിൽ, ലോകത്തിൻ്റേതായിട്ടുള്ള പേരും പ്രശസ്തിയും കിട്ടാനായിട്ടുള്ള പരക്കം പാച്ചിൽ, അതൊക്കെ നിർത്താനായിട്ടാണ് ഈശോ നമുക്ക് ഈ നിർദ്ദേശം നൽകിക്കൊണ്ട് സെബദി പുത്രന്മാരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ സാധിക്കുമോ ചോദിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മൂന്നാമത്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പിശാച് ആവശ്യപ്പെടുകയാണ് ഈശോയോട്, എന്തെന്ന്? പിശാചിനെ ആരാധിക്കാൻ. ഇതോ ഈ സത്തൊക്കെ തരാമെന്ന്. നോക്ക്, ആദ്യത്തെ കല്ല് അപ്പമാക്കാൻ മാറ്റി പറഞ്ഞത് തെറ്റൊന്നുമില്ല. ദേവാലയ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി വായുവിൽ നിന്നുകൊണ്ട് പ്രശസ്തി നേടാൻ പറഞ്ഞ് തെറ്റൊന്നുമില്ല. ഇവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് അവൻ തെറ്റല്ല എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് പതുക്കെ പതുക്കെ നമ്മളെ കൊണ്ടുവരിക. പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുവന്നാണ് തെറ്റിലേക്ക് വരുത്തുക. പിശാചിൻ്റെ പ്രത്യേകതയാണത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സ്വത്തൊക്കെ നിനക്ക് തരാം, നീ എന്നെ താണു വീണ് ആരാധിക്കുകയാണെങ്കിൽ. ഈശോ ശക്തമായ വാക്കുകൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. സാത്താനെ പോകുക, നീ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, പിശാചിനെ ആരാധിക്കാൻ പാടില്ല, സമ്പത്തിന് മുറകെ പോകാൻ പാടില്ല, പിശാചിനെ ആട്ടിപ്പായിക്കുന്നു. ഇതിൻ്റെ വിശദീകരണം കർത്താവ് കൊടുക്കുന്ന എവിടെയെന്നറിയാവോ? സക്കേവുസിന് ഉപമയില്ല. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1-10 തിരുവചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എന്താണെന്നറിയാം പറയുന്നേ? ഈശോയെ കാണാൻ വേണ്ടി മരത്തേൽ കയറുന്ന ഒരു സക്കേവുസ് നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ മരത്തേ കയറുന്ന സക്കേവുസ്. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ മരം കയറ്റംകാരനാവണം, യേശുവിനെ കാണാനുള്ള ആഗ്രഹമുള്ളവരാകണം. പിന്നെ ഒരു മരത്തിൽ നിന്ന് ഇറങ്ങുന്ന സക്കേവുസിനെ കാണുന്നുണ്ട്. ഈശോ ഒരു താഴേക്ക് വാ, ഒരു ഇഴുകി ഇറങ്ങി വരുന്നുണ്ട് സക്കേവുസ് താഴേക്ക്. നമ്മളും അങ്ങനെ തന്നെ യേശുവിനെ അനുഭവിക്കാൻ അവസരം കിട്ടുമ്പോൾ മരത്തെ താഴേക്ക് ഇറങ്ങണം. എന്നിട്ട് ഈശോ പറയുന്നു, നിൻ്റെ ഭവനത്തിലേക്ക് വാ, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യേശു വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ യേശുവിനെ നമ്മൾ സ്വീകരിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടുള്ള സക്കേവുസിൻ്റെ മനോഭാവം ചിന്തിച്ചേൻ. സക്കേവുസ് എന്താ പറഞ്ഞെന്നറിയാവോ? എൻ്റെ സ്വത്തിൻ്റെ പകുതി വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഈശോ ഒന്നും പറഞ്ഞില്ല, സക്കേവുസ പറയണേ. പിന്നെന്താ പറയുന്നറിയാവോ? ഞാൻ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി വിറ്റ് 4 ഇരട്ടി ഞാൻ തിരികെ കൊടുക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സമ്പത്തിനോട് നമുക്കുണ്ടാകേണ്ട മനോഭാവമാണ് ഈശോയുടെ വ്യക്തമാക്കി തരുന്നത്. അവിടെ പിശാച് ഈ സമ്പത്തൊക്കെ തരാം, എന്നെ താണു വീണ് ആരാധിച്ചാലെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള വിശദീകരണം ഈശോ തരുന്നത് ഈ സക്കേവുസിൻ്റെ ഉപമയിലൂടെയാണ്, ഈ സക്കേവുസിനോട് പറഞ്ഞ ആ സംഭാഷണത്തിലൂടെയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പകുതി സമ്പത്ത് വിറ്റ് ദരിദ്രർ കൊടുക്കാൻ തയ്യാറായാൽ, തട്ടിച്ചെടുത്തതിന് 4 ഇരട്ടി തിരികെ കൊടുക്കാൻ തയ്യാറായാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം അത്രയും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം, അറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആകരുത്. കാരണം ഇതൊക്കെ നമ്മൾ ഇന്നലെ നാളെ ഇതൊക്കെ വിട്ട് നമ്മളൊക്കെ പോകാനുള്ളവരാണ്. ഇതാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടാകുന്ന സമ്പത്തെന്ന് ചിന്തിച്ച് ജീവിക്കരുത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം പിശാചിനെ ആരാധിക്കാൻ പറയുന്നതിന് മുമ്പ് തെറ്റല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ച് പിശാച് മനസ്സിനെ ഇങ്ങനെ കൊണ്ടുവന്നു. കല്ലപ്പമാക്ക്, ഇതാ ദേവാലയ ഗോപുരത്തിന് മുകളിൽ താഴേക്ക് ചാടി വായുവിൽ നിന്ന് നീ പ്രശസ്തി നേട്, അവസാനം പറഞ്ഞു നീ എന്നെ ആരാധിക്കും. കണ്ടോ, ഈ സ്റ്റെപ്പൊക്കെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, സ്വർഗസ്നാപിത എന്ന പ്രാർത്ഥനയിൽ
പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്ന് മാത്രം മതിയല്ലോ. ഈ പ്രലോഭനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വീണു പോകും, സൂക്ഷിച്ചില്ലെങ്കിൽ, ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ. അപ്പോൾ പിശാചിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അവൻ തന്ത്രശാലിയാണ്, അവൻ പകപോക്കുന്നവനാണ്. അപ്പം അതുകൊണ്ട് ജാഗ്രതയോടുകൂടി അവൻ്റെ കെണിയിൽ പെടാതിരിക്കണമെങ്കിൽ, തെറ്റല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും പിശാചൊരു നിർദ്ദേശം വയ്ക്കുമ്പോൾ തള്ളിക്കളയാനുള്ള ശക്തമായ നിലപാട് എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമുക്ക് യേശുവിനെ കൈവിടാതെ യേശുവിൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കല്ല് അപ്പമാക്കി മാറ്റാൻ പറഞ്ഞ പിശാചിൻ്റെ തന്ത്രങ്ങളെ തള്ളിക്കളഞ്ഞ് അപ്പത്തെ താനാകുന്ന മൂലക്കല്ലാക്കി മാറ്റി നമുക്ക് തിന്നാൻ തരുന്ന യേശുവിൻ്റെ ആ മൂലക്കല്ല്, കട്ടിയുള്ള ഭക്ഷണം കഴിച്ച് ശക്തി സംഭരിച്ച് പിശാചിൻ്റെ എല്ലാ കുതന്ത്രങ്ങളെയും തടുക്കാനും എതിർക്കാനും ഇന്ന് കുർബാനയുടെ പേരിൽ നടക്കുന്ന എല്ലാ തർക്കങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൂട്ടായ്മയിൽ ഒന്നിക്കാനും നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ശക്തമായിട്ട് ആശ്രയിക്കാം. പിശാചിനോട് എന്നേക്കുമായി ഗുഡ് ബൈ പറയാം.